ഹലോ ഗായ്സ്, ഞങ്ങൾ തൃശ്ശൂരൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്കൊന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് പാറമേക്കാവ് അമ്പലത്തിലേക്കായിരുന്നു. അമ്പലം തുറന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പുറത്തൊക്കെ ഒന്ന് കറങ്ങി. ഇതുവരെ ഞങ്ങൾ വന്നിട്ട് ഹോസ്റ്റലിൽ വന്നിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം ഡെയിലി ക്ലാസ് അങ്ങനെ കുറേ ബിസി ആയിരുന്നു. ഇന്ന് ഞങ്ങൾ കറങ്ങാമെന്ന് വെച്ചു. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ കുറച്ച് കോപ്രാട്ടയങ്ങളൊക്കെയാണ്. അത് മൈൻഡാക്കൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളവിടെ നേരെ പോയത് സെൻറ്റ് തോമസിൻ്റെ അവിടെയായിരുന്നു. സെൻറ്റ് തോമസിൽ അന്ന് കോൺവെക്കേഷൻ നടക്കുമായിരുന്നു. ഞങ്ങൾ കോളേജിലൊന്നും കയറിയില്ല, ബട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറാൻ പോകാമെന്ന് ഇരിക്കുന്നു. കാരണം അത്യാവശ്യം സമയമായി. ഞങ്ങളിവിടെ വന്നിട്ട് 2 മണിക്കൂറോളം ആയി. അപ്പം ഇനി കയറാമെന്ന് വെച്ചു. എന്നിട്ട് ഞങ്ങളവിടെ തൃശ്ശൂർ റൗണ്ടൊക്കെ ഒന്ന് കറങ്ങി. എന്നിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് വടക്കുംനാഥനില്ലേ, വടക്കുംനാഥൻ്റെ പാർട്ടാട്ടോ. അത് ഏതാ പാർട്ടൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു പാർട്ട് എനിക്കറിയുള്ളൂ. അവിടെ നേരെ ഞങ്ങൾ നടന്ന് ഇപ്പോൾ കാണുന്നത് പാറമേക്കാവാണ്. പാറമേക്കാവിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് വേണം ഞങ്ങളുടെ ഹോസ്റ്റലിൽ എത്താൻ. അത്യാവശ്യം ഉണ്ട്. ഇതാണ് പാറമേക്കാവ് അമ്പലം. രണ്ടും ഓപ്പോസിറ്റ് ആണല്ലോ, വടക്കുംനാഥനും പാറമേക്കാവും. അപ്പോൾ ഞങ്ങളുടെ എക്സ്പ്ലോറൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോണ വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കുള്ള വഴി. ഞങ്ങളുടെ ഹോസ്റ്റലും പാറമേക്കാവ് അമ്പലം തമ്മിൽ ഒരു ഡിഫറൻസില്ല. ഈ കുളത്തിൻ്റെ ഈ റോഡിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നോക്കിയാൽ തന്നെ കുളം കാണാം കേട്ടോ. പല ക്ലിപ്സും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് മിക്ക ക്ലിപ്സും എടുക്കാഞ്ഞത്. പക്ഷെ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ തൃശ്ശൂർ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.